അടുത്തത് ടോട്ടൽ സോളിഡ്സ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു സാമ്പിൾ വേണം. 50 ml സാമ്പിളാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഒരു ഫിൽറ്റർ പേപ്പർ 50 ml. 50 ml. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യണം, ഫിൽറ്റർ പേപ്പർ ഉണ്ടാവും. ആ ഫിൽറ്റർ പേപ്പർ കൊണ്ടിട്ട് നമ്മൾ വെയ് ചെയ്യാം. അപ്പോൾ എത്ര ഗ്രാംസ് കിട്ടും. ആ ഫിൽറ്റർ പേപ്പർ വെയ് ചെയ്തിട്ട് നമ്മളൊരു കോണിക്കൽ ഫ്ലാസ്ക് എടുക്കുക. കോണിക്കൽ ഫ്ലാസ്കിൻ്റെ മുകളിലൊരു ഫണൽ വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ ഈ വെയ് ചെയ്ത ഫിൽറ്റർ പേപ്പർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് 50 ml സാമ്പിൾ ഇതിലേക്ക് ഇങ്ങനെ ഒഴിക്കാം. കോൺ ഷേപ്പിൽ വെച്ചിട്ട് പതുക്കെ ഒഴിക്കാം. ഒഴിക്കുമ്പോൾ എന്താവും, ആ ഫിൽറ്ററിൽ കൂടെ അങ്ങനെ അരിച്ച് ഇങ്ങനെ താഴേക്കൊന്ന് വെള്ളം. അല്ല, ഇതിലിപ്പോൾ എവിടുന്ന് സാമ്പിൾ ഒഴിച്ചത്? സാമ്പിൾ 50 ml സാമ്പിൾ നമ്മൾ വേറെ 50 ml വെയ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ സാമ്പിൾ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ ഫണലുണ്ട്, അതിൻ്റെ മുകളിൽ ഫിൽറ്റർ പേപ്പർ ഉണ്ട്, ഇങ്ങനെ ഒഴിച്ചു. അപ്പം എന്താവും, ഈ വെള്ളം മൊത്തം ഇതിൻ്റെ താഴേക്ക് ഫിൽറ്റർ ചെയ്ത് പോകും. എന്നിട്ട് അത് ഫിൽറ്റർ ചെയ്ത് മൊത്തം പോയിന്ന് വിചാരിക്കും. പോയി കഴിഞ്ഞാൽ ഈ ഫിൽറ്റർ പേപ്പർ ഇങ്ങനത്തെ ഒരു സാധനത്തിൽ ഇങ്ങനെ ഇട്ടിച്ചിട്ട് അതിന് നമ്മൾ ഓവൻ ഡ്രൈ ചെയ്യണം. 1/2 മണിക്കൂർ ഓവൻ ഡ്രൈ ചെയ്യാം. ആ ഓവൻ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സംഭവമില്ലേ, ഇങ്ങനത്തെ സാധനം, ഇതിനെന്തൊരു പേര് പറയട്ടോ, അതിൻ്റെ ഇത് പോയി വെച്ചിട്ടുണ്ടെങ്കിലേ ഇതുപോലെ കൊണ്ടുവയ്ക്കാം. ക്രോസിബിൾ. അതിലേക്ക് ഇത് 24 hours നമ്മൾ അന്ന് വെച്ചത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കണം. അത് വെച്ച് 24 hours കഴിഞ്ഞ് വിചാരിക്കും. കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് പോയി എടുക്കാം. അതിൻ്റെ വെയിറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ഫിൽറ്റർ പേപ്പറിൻ്റെ വെയിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വെയിറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. 1/2 മണിക്കൂർ ഓവൻ ഡ്രൈ ചെയ്യണ്ടേ? 1/2 മണിക്കൂർ ഓവൻ ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്രോസിബിളിൽ വെച്ചത്. ക്രോസിബിൾ വെച്ച് 24 hours കഴിഞ്ഞിട്ട് അതെടുത്ത് വെയ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റിലെടുത്ത വെയിറ്റും ലേറ്റസ്റ്റ് ഡ്രൈ വെയിറ്റും തന്നെ ഒരു വെയിറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടൊരു വെയിറ്റ് എടുത്തിട്ടുണ്ട് 24 hours കഴിഞ്ഞിട്ട്. ഈ രണ്ട് വെയിറ്റ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് സസ്പെൻഡഡ് സോളിഡ്സിൻ്റെ വെയിറ്റ് കിട്ടും. അപ്പോൾ സസ്പെൻഡഡ് സോളിഡ്സിൻ്റെ വെയിറ്റ് കിട്ടി, അത് നോക്കട്ടെ. ഇനി ഇപ്പം നമ്മുടെ ഈ ഫിൽറ്റർ പേപ്പർ കൂടെ അരിച്ചിറങ്ങിയ ഈ ഒരു സംഭവം ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ, വെള്ളം ഉണ്ടല്ലോ, അതിനെ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്യണം. മറ്റേ റൂമിനുള്ളിൽ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് TDS വാല്യൂ കിട്ടും. ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സിൻ്റെ വാല്യൂ അവിടെ നിന്ന് കിട്ടും. അതുകൊണ്ട് നോട്ട് ചെയ്യാം. ഇതിലുണ്ടാണ് ഇതിൽ വരുന്നത്.